കഥ തുടങ്ങുന്നത് 2016 പൈസക്കാരൻ അംബാനി കുട്ടികളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി അവരുടെ കയ്യിൽ ജിയോന്റെ സിം വെച്ച് കൊടുത്തു. പിന്നീട് ഇന്ത്യയിൽ നടന്നത് ചരിത്രമായിരുന്നു. മാനവരാശിയുടെ ജീവിതം തന്നെ ഇന്റർനെറ്റ് മാറ്റിമറിച്ചു. ഇന്റർനെറ്റിൽ കണ്ട് കോൾഗേറ്റ് എടുത്ത് മൂത്ത തേച്ചവരുമുണ്ട്, മുൾട്ടാണി വിറ്റിയെടുത്ത് പല്ലിൽ തേച്ചവരുമുണ്ട്. അന്ന് വരെ DVD ഇട്ട് കണ്ടുവരുന്ന ആളുകൾ ഇന്ന് ഇഗ്നിറ്റോ മോഡിലേക്ക് മാറി. കാരണം അവരുടെ മുമ്പിൽ കാത്തിരിക്കുന്നത് ലക്ഷക്കണക്കിന് ചോയ്സ് ആയിരുന്നു. ലക്ഷക്കണക്കിനോ? അങ്ങനെ ഇന്ത്യയിൽ ഇന്റർനെറ്റ് കലാപം ആരംഭിച്ചു. അങ്ങനെ കേരളത്തിന് ഇന്റർനെറ്റിലൂടെ ഒരു പുസ്തകവും കിളിക്കൂടും പിന്നെ ഒരു ഗ്രാമം കൂടി കിട്ടി. ആ ഗ്രാമത്തിൽ ചന്തി കുലുക്കി കരിയർ ഉണ്ടാക്കിയവരുമുണ്ട്, ചന്തിന്റെ പിന്നാലെ പോയി കരിയർ നശിപ്പിച്ചവരുമുണ്ട്. ആ ഗ്രാമത്തിൽ ഇവരുടെ ആധാർ കാർഡിനൊക്കെ ഇൻഫർമേഷൻ ഇവരുടെ ബയോയിൽ കുറിച്ചിടും. അതെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആ ഗ്രാമത്തെ കുറിച്ചാണ്. 10 ഗ്രാം 20 ഗ്രാം ഇൻസ്റ്റാഗ്രാം. Hey guys, உங்களுக்காக ஒரு song. தங்கமே உன்னத்தால் தேடி வந்தாய், வைரமே ஒரு நாள் உன்னை தூக்குனே. ഇങ്ങനത്തെ വീഡിയോസ് ഒന്നും അധികാരം കാണില്ല. ജിയോ എക്സ്പ്രഷൻ കൂൺ ക്യൂട്ട് ഗേൾ ജസ്റ്റ് ലൈക്ക് മീ. ഇതൊക്കെ കണ്ടിട്ടാണ് ഓരോ സ്വപ്നങ്ങൾ വരുന്നത്. ഞാൻ വിളിക്കുമ്പോൾ ചട്ടി തന്നെ ഉണ്ടാവും. 23 വയസ്സായതിന്റെ ഒരു കഴപ്പേ. ഇൻസ്പയർഡ് ബൈ സസി പൊന്നം. അതാരാ? വാട്ട്? നമ്മളെ പറ്റിച്ചു, നമ്മളെ പൊട്ടനാക്കി. ഇതിങ്ങനെ ഓട്ടാൻ പറ്റില്ലോ. സാസി പൊന്നം റിപ്പോർട്ട്. ദിസ് ഗേൾ ഈസ് വേക്കിംഗ് അപ്പ് ദി ബീസ്റ്റ് ഓഫ് ദി ബോയ്സ്. വേണ്ട, കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് കിട്ടും. നിനക്കൊന്നും ആങ്ങളെ അച്ഛനില്ലേടി. ഐ റിയലൈസ് മൈ ടാലന്റ്. ഏത് ഇതോ? ഇവരുടെ വീഡിയോസ് കണ്ടിട്ട് എനിക്ക് ഒരു കാര്യം മാത്രം മനസ്സിലാകുന്നില്ല. ഇവരുടെ ഉള്ളിൽ ടാലന്റിനാണോ കൂടുതൽ വലുപ്പം, അതോ അതേ ടാലന്റ് തന്നെയാണ് നമ്മൾ ബോളിവുഡ് ചെയ്ത ഐറ്റം ഡാൻസ് എന്ന് പറയും, ക്ലബിൽ ചെയ്ത ക്ലബ് ഡാൻസ് എന്ന് പറയും, ആൻഡ് ഇൻസ്റ്റഗ്രാമിൽ ചെയ്താൽ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ സെലിബ്രിറ്റീസ്. എനിക്കറിയില്ല ഇനി എത്ര പേരിൽ ഇവരെ തന്നെ ഇവരുടെ ബയോയിൽ കുറിച്ചിട്ട് ആനന്ദം കണ്ടെത്തുമെന്ന്. ഇവരുടെ പണ്ടത്തെ വീഡിയോ ആയാലും ഇപ്പോഴത്തെ വീഡിയോ ആയാലും എല്ലാത്തിനും ഇതേ റിയാക്ഷനാണ്. രാവിലെ ഞാൻ ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു, പെട്ടെന്ന് പാല് തിളച്ചു. 2 1 3 3 1 2. അടുത്തത് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ്. ഹൗ ആൻ ഇൻഡക്ഷൻ മോട്ടോർ സ്റ്റാർട്ട്സ്. മനുഷ്യൻ കൊറോണ വന്നിട്ട് ചത്താലും ഇല്ലെങ്കിൽ ഇത് കണ്ട അടിച്ചടിച്ച് ചാവും. ഇതാരാ? ന്യൂട്ടൺ സാറോ? പാവണ്ട, അയാളിനെ ആരും മൈൻഡ് കൂടി ചെയ്തില്ല. എനിക്ക് ആ കറുപ്പ് സോക്സ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബട്ട് ന്യൂട്ടൺ സാർ, നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റില്ല. എങ്ങനെ ഇത്? ഗ്രേറ്റർ ദ മാസ്, ഗ്രേറ്റർ ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ന്യൂട്ടൺ സാർ, ഇത് നമ്മുടെ 4ാമത്തെ ലോ ആണോ 5ാമത്തെ ലോ ആണോ? 4ാമത്തെ ലോ ആയിട്ട് പബ്ലിഷ് ചെയ്യാറാ. ഹായ്, my skin look like more than moisture. My face wash collection. What? അമല ചേച്ചിന്റെ സ്കിൻ സീക്രട്ട് പറയാൻ പോകണോ? എനിക്ക് അമല ചേച്ചിനെ പോലെ ക്യൂട്ട് ആവണം. റെഡ് വൈൻ ഫേസ് വാഷ് 1500. ഓക്കെ. വൈൽഡ് റോസ് ഫേസ് വാഷ് 500. സാഫ്രോൺ ഫേസ് വാഷ്
1000 റോ ഹണി ഫേസ് വാഷ്, 1000 ഓഷ്യമിന്റ് ബോഡി വാഷ്, ബീറ്റ് ലിപ് സ്ക്രബ്, ടീ ട്രീ സ്ക്രബ്, ബോഡി അർബൻ സ്ക്രബ്, ഓറഞ്ച് സ്ക്രബ്, ഓഷ്യമിന്റ് ഷാംപൂ, ഓഷ്യമിന്റ് ജെൽ, റൈസ് വാട്ടർ, ആലോവേറ ജെൽ, ലാവെൻഡർ ജെൽ, സൂപ്പർ ലൈറ്റ് ജെൽ മോയ്സ്ചർ, ചാർക്കോൾ ഫേസ് വാഷ്, അണ്ടർ ഐ ജെൽ സ്ക്രബ്. അടിപൊളി. iPhone 14 Pro വാങ്ങാൻ വേണ്ടി മാറ്റി വെച്ച ഒരു കിഡ്നി ആയിരുന്നു, അതും വെക്കേണ്ടി വരുമല്ലോ പണ്ടാരം. ബട്ടർഫ്ലൈ ബ്ലൂ ടീ പ്ലീസ്. പ്രൊമോഷൻ ആർക്കും മനസ്സിലായില്ല കേട്ടാ. എനിക്ക് ഈ വീഡിയോ വേണമെങ്കിൽ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ബട്ട് യൂട്യൂബിൽ നിന്ന് കുറച്ച് റീച്ച് കിട്ടാൻ വേണ്ടിയും വീഡിയോ 6 മിനിറ്റ് തയ്ക്കാൻ വേണ്ടിയും ഞാൻ കുറച്ച് ലൈഫ് അഡ്വൈസും കൂടി പറയാൻ പോവുകയാണ്. പച്ച ടൈം കൂട്ടാനുള്ള നിഞ്ച ടെക്നിക് ഡിങ് ഡിങ്. ഇതുപോലെയുള്ള വീഡിയോസ് ഒക്കെ ഉണ്ട്. ഇവരിനെ പോലെ ആകണമെന്ന് ആഗ്രഹിച്ച് പൈസ കളഞ്ഞ ഒരുപാട് പേരുണ്ട്. ആക്ച്വലി ഇവിടെ എന്താ നടക്കണമെന്ന് അറിയോ? അതായത് ബ്രാൻഡ്സ് ഇവർക്ക് പൈസ കൊടുക്കും അവരുടെ പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാൻ. ഇവരുടെ വീഡിയോസ് ഉണ്ട് ഇവരിനെ പോലെ ആകാൻ വേണ്ടി നമ്മൾ ആ പ്രൊഡക്റ്റ് വാങ്ങും. അങ്ങനെ ബ്രാൻഡ്സിന് അവരുടെ പൈസ തിരിച്ചു കിട്ടും. ആക്ച്വലി ഇവിടെ അവർ രണ്ടുപേരും പൈസ ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങളാണ് ആകെ പൈസ നഷ്ടപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ 4 കെമിക്കലെടുത്ത് മുഖത്ത് വയ്ക്കുമ്പോഴേക്കും നിങ്ങൾ ഇവരിനെ പോലെ പാല് പോലെ വെള്ള കളർ തുടുത്തിരിക്കുമെന്ന്? മൈദയിൽ വീണ കൊരങ്ങനെ പോലെ ഇരിക്കും. എനിക്കറിയാം നിങ്ങൾ ഈ ക്രിഞ്ച് വീഡിയോയും പിന്നെ എൻ്റെ ലൈഫ് അഡ്വൈസും കൂടി കേട്ട് ബോറടിച്ചിരിക്കുകയാണെന്ന്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു ടിപ്പ് പറഞ്ഞുതരാം. നിങ്ങൾ ബോറടിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സിബ് തുറക്കുക, അതിൻ്റെ ഉള്ളിലേക്ക് കൈ ഇടുക, എന്നിട്ട് ബുക്ക് എടുത്ത് പഠിക്കുക. എക്സാം വരാൻ പോവുകയാണ്, എന്ത് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോ ഈ വീഡിയോനൊക്കെ അടിപൊളിയായിരിക്കും, അതെന്തായാലും ഞാൻ ഉറപ്പായിരുന്നു. ഗുഡ് ബൈ.